നിരവധി പേരുകൾ സാധ്യതാ പട്ടികയിൽ. മന്ത്രിസഭാ ചർച്ചകളിലേക്ക് കോൺഗ്രസ്. സാമുദായിക പരിഗണനകളും സീനിയോറിറ്റിയും മാനദണ്ഡമാകും. കേരളത്തിലെ മഹാവിജയത്തിനു ശേഷം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന കോൺഗ്രസ്. സാമുദായിക പരിഗണനകളും സീനിയോറിറ്റിയുമാണ് പ്രധാനമായും മാനദണ്ഡമാവുക. സണ്ണി ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ, എൻ ശക്തൻ എന്നീ സീനിയർ നേതാക്കളെ ക്യാബിനറ്റിലേക്ക് പരിഗണിക്കും. KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ എന്നിവരും മന്ത്രിമാരായേക്കും. കോട്ടയത്തു നിന്നും ചാണ്ടി ഉമ്മനും എറണാകുളത്തു നിന്നും മാത്യു കുഴൽനാടനും സാധ്യതയുണ്ട്. ലത്തീൻ പ്രതിനിധിയായി TJ വിനോദോ, M വിൻസെന്റോ എത്തും. വനിതാ നേതാക്കളിൽ ബിന്ദുകൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും മന്ത്രി സാധ്യതാ പട്ടികയിലുണ്ട്. വയനാട്ടിൽ നിന്ന് T സിദ്ദിഖും സാധ്യതാ പട്ടികയിലുണ്ട്. CPM വിട്ടുവന്ന നേതാക്കളെ തൽക്കാലം മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കില്ല. ഒരു MLA മാത്രമുള്ള പാർട്ടികൾക്ക് ടൈം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനം നൽകാനും കോൺഗ്രസിൽ ആലോചനയുണ്ട്. 7 സീറ്റിലും വിജയിച്ചതോടെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ തീരുമാനം. കേരളത്തിൽ പുതിയ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് വേഗത്തിലാക്കിയിട്ടുണ്ട്. പിണറായി വിജയന് ആത്മാഭിമാനമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവാകരുതെന്നും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ആദ്യ റൗണ്ടിൽ പിന്നോട്ട് പോയിട്ടില്ലെന്ന് PMS സലാം. പിണറായി വിജയൻ ആത്മാഭിമാനമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കരുതെന്ന മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMS സലാം വ്യക്തമാക്കി. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച പണം ദുരുപയോഗം ചെയ്തവരെ UDF സർക്കാർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. SDP CPM കൂട്ടുകെട്ട് UDFന് നല്ല പ്രതിച്ഛായ ഉണ്ടാക്കിയെന്നും PMS സലാം പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ നിലപാട് UDFന് സഹായകരമായി. ഇനിയും സഹായിച്ചാൽ പ്രതിപക്ഷം ഉണ്ടാകില്ലെന്നും PMS സലാം പറഞ്ഞു.